എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിശ്ചയബുദ്ധി വിജയി എന്നൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് ദൃഢനിശ്ചയം, നമ്മുടെ ഏത് കാര്യത്തിലും ദൃഢമായ നിശ്ചയമുണ്ടെങ്കിൽ ആ കാര്യം 100% വിജയിച്ചിരിക്കും എന്നതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് തന്നൊരു ഭാഗം പറയാം. മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൗരവ സൈന്യം ഏതാണ്ട് തോറ്റു തീരാറായിക്കൊണ്ടിരിക്കുന്നു. ഭീഷ്മർ ആകെ വ്യാകുലനായി. അദ്ദേഹത്തിന് ആകെ ഈ സിറ്റുവേഷൻ ഈ കണ്ടീഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, നാളെ തന്നെ ഞാൻ അർജുനനെ വധിച്ചിരിക്കും എന്ന് അദ്ദേഹം ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ്. അത് കേട്ട് എല്ലാവർക്കും ഭയമായി. ഭീഷ്മരുടെ പ്രതിജ്ഞ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഭീഷ്മർ ഒരു പ്രതിജ്ഞ എടുത്താൽ അത് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവർക്കും വിഷമമായി. കൃഷ്ണനത് കേട്ടു. കൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പോയി ചോദിച്ചു, നീ കേട്ടില്ലേ, ഭീഷ്മരുടെ പ്രതിജ്ഞയെക്കുറിച്ച് കേട്ടില്ലേ? നാളെ തന്നെ വധിക്കുമെന്നാണ് ഭീഷ്മർ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. അത് കേട്ട് അർജുനൻ നിശ്ചിന്തനായി പറഞ്ഞു. നിശ്ചിന്തനായി കാണപ്പെട്ടു. യാതൊരു കുലുക്കവും ഇല്ല. എന്തിനാ, എൻ്റെ കൂടെ ഭഗവാനുണ്ട്, ഞാനെന്തിനും ഭയക്കുന്നു എന്നാണ് അർജുനൻ പറഞ്ഞത്. കൃഷ്ണൻ പിന്നീടൊന്നും പറഞ്ഞില്ല. യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. യുദ്ധം തുടർന്നു. ഭീഷ്മർ പരാജയപ്പെട്ടു. അദ്ദേഹം ഉത്തരായനം കാലത്ത് ശരശയ്യയിൽ കിടക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ 18 ദിവസം യുദ്ധം കഴിഞ്ഞു. യുദ്ധം അവസാനിച്ചു. കൗരവർ പരാജയപ്പെട്ടു, പാണ്ഡവർ ജയിച്ചു. യുദ്ധത്തിൻ്റെ അവസാന ദിവസം യുദ്ധമൊക്കെ കഴിഞ്ഞ് രഥത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ യുദ്ധം കഴിയുമ്പോൾ സാരഥിയാണ് ആദ്യം ഇറങ്ങുക, അത് കഴിഞ്ഞിട്ടാണ് യോദ്ധാവ് ഇറങ്ങുക. അപ്പോൾ എന്താണ് എന്ന് അർജുനൻ തിരിച്ചു ചോദിച്ചില്ല. അർജുനൻ എപ്പോഴും ഭഗവാനെ അനുസരിക്കുന്നതാണല്ലോ. അർജുനൻ ഇറങ്ങി, രഥത്തിൽ നിന്നിറങ്ങി. ഉടനെ തന്നെ കൃഷ്ണനും ഇറങ്ങി. കൃഷ്ണൻ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ആ രഥം അഗ്നിക്കിരയായി ചാമ്പലായിപ്പോയി. വളരെ അത്ഭുതമല്ലേ? 18 ദിവസങ്ങളായിട്ട് മഹാരഥന്മാരായ ദ്രോണരുടെ, ഭീഷ്മരുടെ, കർണൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളേറ്റ ആ രഥം അത്രയും ദിവസം പിടിച്ചു നിന്നു. യാതൊന്നും പറ്റിയില്ല. അവസാനം യുദ്ധം കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ ആ രഥത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ആ രഥം ചാമ്പലായിപ്പോയി, അഗ്നിക്കിരയായി. അതായത് അർജുനൻ്റെ ദൃഢമായ വിശ്വാസവും ശ്രീകൃഷ്ണൻ്റെ സാമീപ്യവും ആണ് ആ രഥത്തെ കൊണ്ടു നടന്നത്. അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയം ഉണ്ടാവും. ശ്രീകൃഷ്ണൻ തൻ്റെ കൂടെയുണ്ട് എന്നുള്ള അചഞ്ചലമായ വിശ്വാസം, അത് ശ്രീകൃഷ്ണനും എൻ്റെ സാമീപ്യവും ആ ആണ് അത്രയും ദിവസം ആ രഥത്തെ ഓടിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീകൃഷ്ണൻ ഇറങ്ങിയ ഉടനെ തന്നെ അത് കത്തിച്ചാമ്പലാവുകയും ചെയ്തു. ജീവിതത്തിൽ ദൃഢനിശ്ചയം വേണം. ഏത് കാര്യത്തിലും ദൃഢനിശ്ചയം ഉണ്ടായാൽ ആ കാര്യത്തിൽ 100% വിജയമുണ്ടാവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് മറ്റു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.